ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, യൂണിറ്റി കോൺഷ്യസ്നെസ്സിനെ പറ്റിയും വൺനെസ്സിനെ പറ്റിയും എൻ്റെ എക്സ്പീരിയൻസസ് കുറച്ചും കൂടി എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് പറയണം എന്ന് തോന്നുന്നു. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സെൽഫ് റിയലൈസേഷനൊക്കെ കിട്ടിയ ആളാണോ എന്ന് ചോദിച്ചിട്ട്. അല്ല, സെൽഫ് റിയലൈസ് ചെയ്തോ മുകളിലിരിപ്പുണ്ട് സെൽഫ് റിയലൈസേഷൻ കിട്ടിയ ആള്. സെൽഫ് റിയലൈസേഷനൊക്കെ കിട്ടാൻ ഇനി എത്ര ജന്മങ്ങൾ എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അതിലോട്ടുള്ളൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാം. ജേർണി സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് പറയാം. ഞാൻ യൂണിറ്റി കോൺഷ്യസ്നെസ്സിനെ പറ്റി സംസാരിച്ചപ്പോഴും വൺനെസ് സ്റ്റേറ്റിനെ പറ്റി സംസാരിച്ചപ്പോഴും ഓഫ് കോഴ്സ് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഫ്യൂ ഗ്ലിംസസ് ഓഫ് ഇറ്റ്. ആ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഫോർ സെക്കൻഡ്സ് കുറച്ച് നേരത്തേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ സ്റ്റേറ്റിൽ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റിയിട്ടുണ്ടോ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. എനിക്ക് ദേഷ്യം വരാറുണ്ടോ? ഉണ്ട്. ഇറിറ്റേഷൻ ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട്. എന്നെ ആരെങ്കിലും ഡിസ്റെസ്പെക്റ്റ് ചെയ്താൽ എനിക്ക് അവിടെ ഇദ്ദേഹത്തിനെ പോലെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. See, I want to make things clear. ആൾക്കാരെ എന്താ പറയുന്നത്, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയണം, സത്യം പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. എൻ്റെ എക്സ്പീരിയൻസസ് പറയണം. ആർക്കെങ്കിലും ഹെൽപ്പ് ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ബിക്കോസ് ഈ ജേർണിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ പെയിൻ മനസ്സിലാവുള്ളൂ. ഈ ജേർണിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാനും പറ്റുള്ളൂ. ഒരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിൽ അല്ലാത്ത ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പം എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കമ്മിങ് ബാക്ക് ടു യൂണിറ്റി കോൺഷ്യസ്നെസ്, വൺനെസ്, കഴിഞ്ഞ ഒരു 5 മാസം ഞാൻ കംപ്ലീറ്റ് ഒരു ഐസൊലേഷൻ സ്റ്റേറ്റിലോട്ട് പോയി. ഞാൻ കംപ്ലീറ്റ് എൻ്റെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സുകളിൽ നിന്നും എല്ലാവരിൽ നിന്നും വിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് താമസിച്ചു, എൻ്റെ ഫ്ലാറ്റിൽ. അവിടെ ആ 5 months ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു കംപ്ലീറ്റ്ലി ടു ഡു ദ ഇന്നർ വർക്ക്, ടു ഡു ദ മെഡിറ്റേഷൻസ്. ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള വേറെ കുറച്ച് ഞാൻ കണക്ട് ചെയ്ത കുറച്ച് ട്വിൻ ഫ്ലെയിംസുകൾ എബ്രോഡുള്ള ആൾക്കാരാണ്. അവരുടെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, അതിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ശരിക്കും എന്നിൽ വർക്ക് ചെയ്തായിരുന്നു 5 months. ആ സമയത്താണ് ആ സമയം എന്ന് പറയുന്നത് എൻ്റെ ട്വിൻ ഫ്ലെയിം ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുള്ള പീരീഡാണ്. മീൻസ് 2 വർഷത്തോളം കുറേ എക്സ്പീരിയൻസസിലൂടെ കടന്നുപോയി. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഐസൊലേഷനിൽ പോകണം എന്ന് ഞാൻ വിചാരിക്കണമെങ്കിൽ എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നിരിക്കും, എനിക്ക് പെയിൻഫുൾ ആയിരുന്നിരിക്കും. അപ്പം അത് കഴിഞ്ഞ ഒരു ഐസൊലേഷനിലോട്ട് ഞാൻ പോയി എന്ന് ഞാൻ പറയുന്നതിനേക്കാളും എനിക്ക് അങ്ങനത്തുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നു യൂണിവേഴ്സ് അത് ചെയ്യാനായിട്ട്. അപ്പം ആ സമയത്താണ് ഞാൻ ആ വൺനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ട്. അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിൻ്റെ ഗ്ലിംസസ് എന്നേ ഞാൻ പറയുന്നുള്ളൂ, അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. ആ ടേസ്റ്റ് അറിഞ്ഞപ്പോൾ തന്നെ അത് ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ പറയും, എങ്ങനെയാണിത് വാക്കുകളിലൂടെ കൺവേ ചെയ്യാന്ന് എനിക്കറിയില്ല. ആ
ഗ്ലിംസസ് കിട്ടി. അതായത് നമ്മളതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. അത് ആ കണ്ടിന്യൂസ് വർക്ക് കൊണ്ട് തന്നെയാണ്. ആ കണ്ടിന്യൂസ് നമ്മൾ ഉള്ളിലോട്ട് മെഡിറ്റേഷൻ എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞ ആൾക്കാരുടെ കോച്ചിങ് എന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്തു. ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത ബുക്ക്, ഇത് എക്കാർട്ട് ടോളിയുടെ പവർ ഓഫ് നൗ, അതിലൊത്തിരി ടെക്നിക്സ് ഉണ്ട്. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് മതി. നമ്മൾ വിചാരിക്കും നമ്മൾ എന്തൊക്കെയോ ചെയ്താലേ ഇതൊക്കെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ന് തോന്നും. അല്ല, എല്ലാവരും സാധാരണക്കാരാണ്, അല്ലെങ്കിൽ എല്ലാവരും സ്പെഷ്യലാണ്. ഒരാൾ സ്പെഷ്യൽ, ഒരാൾ സാധാരണക്കാരൻ, അങ്ങനെയല്ല. ഒന്നുകിൽ എല്ലാവരും സ്പെഷ്യൽ ബീയിങ്സ് ആണ്, അല്ലെങ്കിൽ എല്ലാവരും സാധാരണക്കാരാണ്. ദേ ആർ നോ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ, ദേ ആർ ദ സെയിം. അതാണ് ആ ഒരു കോൺഷ്യസ്നെസ് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. ദേ ആർ വൺ. വ്യത്യാസമുള്ളത് മൈൻഡിനാണ്, വ്യത്യാസമുള്ളത് നമ്മുടെ ഐഡൻറ്റിറ്റിക്കാണ്, വ്യത്യാസമുള്ളത് നമ്മുടെ കണ്ടീഷനിങ്ങിനാണ്, വ്യത്യാസമുള്ളത് നമ്മുടെ സാഹചര്യങ്ങൾക്കാണ്. അതെല്ലാം പുറത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത്, മൈൻഡ് ക്രിയേറ്റ് ചെയ്തത്, ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തത്, സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ we will realize that we are one, the consciousness. അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു സെൽഫ് ഐസൊലേഷനിൽ ഞാൻ പോയി. ഞാൻ അങ്ങനെ കുറച്ച് ഇന്നർ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഗ്ലിംസസ് ടേസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷമാണ് ഞാൻ കുറച്ച് ബെറ്ററായി തുടങ്ങിയത്. ഈ ജേർണിയിൽ വന്നതിന് ശേഷം എൻ്റെ കഴിഞ്ഞ 2 years ഞാൻ ശരിക്കും വിചാരിച്ചു ഇനി എനിക്ക് പഴയതുപോലെ സന്തോഷിക്കാനോ പഴയൊരു ജീവിതമോ എനിക്ക് ഉണ്ടാവില്ല. കാരണം അത്രയും ഡാർക്കിലോട്ട് പോയായിരുന്നു. അങ്ങനത്തെ ഉള്ള എക്സ്പീരിയൻസ് ആണ് സംഭവിക്കുക മിക്കവാറും ഇങ്ങനത്തെ ജേർണിയിൽ വന്നതിന് ശേഷം സ്പിരിച്വൽ അവേക്കനിങ്. കാരണം സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിൽ ഒരാൾ വന്നു കഴിയുമ്പോൾ അവരെ കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തു നിന്നും അവർക്ക് അലൈൻഡ് അല്ലാത്ത എല്ലാ കാര്യങ്ങളും സർഫസിൽ വരും. അത് ജോബ് ആവട്ടെ, കരിയർ ആവട്ടെ, റിലേഷൻഷിപ്സ് ആവട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, അലൈൻഡ് അല്ലാത്ത എന്ത് കാര്യങ്ങളും അത് പുറത്ത് വരും. അപ്പം അത് എല്ലാ ഏരിയാസിൽ നിന്നും വരും. അപ്പം അതൊക്കെ ഡീൽ ചെയ്ത് പോകുന്നത് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, ഡിസ്മാൻഡിൽ ചെയ്യുന്ന ഡിസ്ട്രക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കടന്നു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ലൈഫ് കഴിഞ്ഞു. അതായത് ഇനി എനിക്ക് പഴയ പോലെ ഒരു സന്തോഷമുള്ള ഒരു സമയമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ ഈ ഒരു ഇന്നർ യൂണിയൻ, അല്ലെങ്കിൽ ഈ ഒരു 5 മാസത്തെ ഐസൊലേഷനും ആ വർക്കിനും ശേഷം ഞാനിത് അതിൻ്റെ ഗ്ലിംസസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അതിന് ശേഷമാണ് എൻ്റെ ലൈഫ് ബെറ്ററായി തുടങ്ങിയത്. അതിന് ശേഷമാണ് നിങ്ങളോട് എനിക്കിത് സംഭവിച്ചു, അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിൽ വരുന്ന ആൾക്കാരോട് പറയാൻ തോന്നിയത്. അപ്പോൾ എനിക്ക് അന്ന് ഫീൽ ചെയ്തത് എന്നെ പോലെ തന്നെ ഇതേ പെയിനിൽ പോകുന്ന കുറേ പേര് കാണുമല്ലോ. അപ്പോൾ അവരോട് പറയാൻ പോയിട്ട്, ഇല്ല അപ്പുറത്തെ സൈഡിൽ നല്ലൊരു സ്ഥലമുണ്ട്, കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ മതി, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് എനിക്കിത് പറയണം എന്നും തോന്നിയത് അപ്പോഴാണ്. കാരണം അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പക്ഷെ എനിക്കറിയാം അത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഒരുപാട് ഉള്ളിലോട്ട് ഇനിയും പോവാനും, ഒത്തിരി സെൽഫ് വർക്ക് ഇനിയും ചെയ്യാനും, എന്താ പറയുന്നത്, ഈ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയതിനെ പൂർണ്ണമായിട്ടും യൂസ് ചെയ്യാനും ഇനി ഒരുപാട് ഉള്ളിലോട്ട് പോകാനുണ്ടെന്ന് ഐ എം കംപ്ലീറ്റ്ലി അവെയർ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസസിനെ പറ്റി ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കോൺഷ്യസ്നെസ്സിനെ പറ്റിയും വൺനെസ് സ്റ്റേറ്റിനെ പറ്റിയൊക്കെ. അത് ഈ പറയുന്ന പോലെ ഇനിയും ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് ഈ ഗ്ലിംസസ് അല്ലാണ്ട് കുറച്ചും കൂടി പ്രൊലോങ്ഡ് സ്റ്റേറ്റിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ
പറയുന്ന പോലെ സെൽഫ് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യം, പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. പാസ്റ്റ് മെമ്മറീസിലാണെങ്കിൽ എഗെയിൻ, പാസ്റ്റിലാണെങ്കിൽ മൈൻഡിലാണ് ജീവിക്കുന്നത്, ഫ്യൂച്ചറിലാണ് അല്ലെങ്കിൽ ഒരു ആൻസൈറ്റിയിലാണെങ്കിൽ ഫ്യൂച്ചർ, ദാറ്റ് ഈസ് ഓൾസോ മൈൻഡ്. അപ്പോൾ ഇതിൽ രണ്ടിലും അല്ലാതെ റൈറ്റ് നൗ അറ്റ് ദിസ് മൊമെൻറ്റ് ആ പ്രസൻസിൽ ജീവിക്കാനായിട്ട് എത്രത്തോളം നമുക്ക് പറ്റുക അത്രത്തോളം ഹെൽപ്പ് ചെയ്യും നമുക്ക് ആ ഒരു കോൺഷ്യസ് സ്റ്റേറ്റിലിരിക്കാനായിട്ട്. വിച്ച് ഓഫ് കോഴ്സ് നീഡ് എ ലോട്ട് ഓഫ് ഇന്നർ വർക്ക്. ഇന്നർ വർക്ക് എന്ന് പറയുന്നത് ഒരു മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക, അവെയർനെസ്സിൽ ജീവിക്കുക എന്നുള്ള ഒരു കാര്യം. ബി അവെയർ ഓഫ് യുവർ തോട്ട്സ്, ബി അവെയർ ഓഫ് യുവർ ഇമോഷൻസ്, ബി അവെയർ ഓഫ് യുവർ ബ്രെത്ത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്ന് തന്നെ പറയാം. ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും. അപ്പം ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഇന്നർ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്കുമുള്ള ഇന്നർ വർക്ക് എൻ്റെത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക, ഞാൻ ഇന്നർ വർക്ക് എന്ന് പറയുന്ന മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക, മെഡിറ്റേഷൻസ് മുടക്കാണ്ടിരിക്കുക. മെഡിറ്റേഷൻ കഴിഞ്ഞ് വരുന്ന രാവിലെയും വൈകുന്നേരം രാത്രിയും മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് ഇപ്പോൾ. അതല്ലാണ്ടുള്ള നമ്മൾ ജീവിക്കുന്ന ആ ടൈമിലും അല്ലാതുള്ള ഡേ ടൈമിലും എപ്പോഴും മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക, അവെയറായിട്ടിരിക്കുക, വരുന്ന തോട്ട്സിനെയും ഇമോഷനെയും പ്രോസസ്സ് ചെയ്യുക, ഫീൽ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, അവെയറായിട്ടിരിക്കുക. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ സ്പേസിൽ പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ജേർണിയിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയും. വേറൊന്നുമില്ല. Sending lots and lots and lots of love to everyone on this journey.